ഡോക്ടർ അനു ഗോപിനാഥ്, ഇപ്പോൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ മുഴുവനായി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്നത്. ഇപ്പോൾ പെട്രോ കെമിക്കൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്, പെയിൻറ്റ് കീടനാശിനികളുണ്ട്, പെയിൻ്റ് ഉണ്ട്, കീടനാശിനികളുണ്ട്. ഇങ്ങനെ ഈ അപകടകരമായ വിഷാംശം കലർന്നിട്ടുള്ള വസ്തുക്കളാണ് അതിലുള്ളത്. അപ്പോൾ ഇപ്പോൾ തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉപജീവനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇനി ഇത് മത്സ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. നമുക്കിനി മത്സ്യം വാങ്ങാൻ പറ്റുമോ, മീൻ വാങ്ങുന്നത് സുരക്ഷിതമാകുമോ, അതല്ല ഇത് ഈ സീ ഫുഡിനെ മുഴുവൻ ഇത് ബാധിക്കുമോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ആശങ്കയ്ക്ക് സ്ഥാനമുണ്ടോ? നേരത്തെ ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള കപ്പൽ ദുരന്തങ്ങളാണ് നാം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ കണ്ടത്. ഒന്ന് MSC എൽസയുമായിട്ടും രണ്ടാമത്തത് വാൻഹായുമായിട്ടും. ഈ രണ്ട് ദുരന്തങ്ങളെയും നമ്മൾ രണ്ട് രീതിയിലാണ് കാണേണ്ടത്. ആദ്യത്തേത് ഒരു കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ളതും രണ്ടാമത്തേത് കപ്പലിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തവുമാണ്. അപ്പോൾ ആദ്യത്തേതിൽ തീർച്ചയായിട്ടും ഞാൻ ഈ രണ്ട് കപ്പലുകളിലെയും കണ്ടെയ്നർ ലിസ്റ്റുകൾ ഇന്ന് വിശദമായി എടുത്ത് പഠിക്കുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് MSC എൽസയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കണ്ടെയ്നറുകളും empty കണ്ടെയ്നേഴ്സ് ആയിരുന്നു. ചിലതിൽ വുഡ് ആയിരുന്നു, ചില പേപ്പർ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹസാർഡസ് കാറ്റഗറി എന്ന് നമുക്ക് പറയാവുന്നതായിട്ട് അതിനകത്ത് കാൽഷ്യം കാർബൈഡും കൂടാതെ തിരുവനന്തപുരത്ത് തീരത്തടിഞ്ഞതായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് നേർഡിൽസുകളും ആയിരുന്നു. അപ്പോൾ ഇതിൽ ഡോക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ആ കണ്ടെയ്നറുകൾ പാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നാം ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ മുങ്ങിയ ഷിപ്പിൻ്റെ ലൊക്കേഷൻസ് നാം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ കണ്ടെയ്നറുകൾ എവിടെയെല്ലാം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭീഷണി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സുകൾ തുറന്ന് കണ്ടെയ്നറുകളിൽ നിന്ന് സമുദ്രതീരത്ത് ഒഴുകിക്കിടക്കുന്നതായ ആ ഒരു പ്ലാസ്റ്റിക് നേർഡിൽസ്, തീർച്ചയായിട്ടും അത് ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് ഉയർത്തുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു NGOകളും മറ്റ് കുറച്ച് ഏജൻസികളും ചേർന്ന് തീരത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കുകളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. പക്ഷേ എത്രത്തോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് തുറന്ന നിലയിലുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. കൂടാതെ ഈ കാൽഷ്യം കാർബൈഡ് കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട വലിയൊരു പാരിസ്ഥിതിക വിഷയം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി. അതിലെല്ലാം തന്നെ ഞാൻ കേട്ട ഉയർന്നു വന്ന ഒരു ഭീതിയായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടത് ഈ കാൽഷ്യം കാർബൈഡ് കണ്ടെയ്നറുകൾ അപ്പാടെ കടലിലേക്ക് തുറന്ന് വീഴുകയും വലിയ തോതിൽ ഒരു അസെറ്റിലിൻ ജനറേഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസെറ്റിലിൻ എന്ന് പറയുന്നത് ഈ കടലിലേക്ക് വന്ന് വീഴുന്ന ആ കാൽഷ്യം കാർബൈഡ് ജനറേറ്റ് ചെയ്ത് വരുന്ന അസെറ്റിലിൻ അത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അതവിടെ ദീർഘകാലം തങ്ങി നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട അസെറ്റിലിനുമായി ബന്ധപ്പെട്ട ഒരു പാരിസ്ഥിതിക ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി വാൻഹായ് ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വേറൊരു കാഴ്ചപ്പാടിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഡോക്ടർ അരവിന്ദ് പറഞ്ഞു, ഞാൻ ഈ കെമിക്കൽ കണ്ടെയ്നർ ലിസ്റ്റുകളെല്ലാം തന്നെ എടുത്തു പഠിച്ചു. അതിൽ ഹസാർഡസ് കാറ്റഗറി അല്ലെങ്കിൽ മറൈൻ പൊല്യൂട്ടൻ കാറ്റഗറി എന്ന് പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള എല്ലാ കെമിക്കൽസും വന്നിരിക്കുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ഡ്രംസിലാണ് അല്ലെങ്കിൽ ടാങ്കുകളിലാണ്. അതല്ലാതെ ബോക്സസിൽ പാക്ക് ചെയ്തിട്ടുള്ള അത്രത്തോളം ഹസാർഡസ് അല്ലാത്ത കെമിക്കൽസും ഇന്നലെ കത്തിയ കപ്പലിലുണ്ടായിരുന്നു. ഇത് കൂടാതെ കുറച്ചധികം നാഫ്തലിൻ പാക്കേജുകൾ, അത് ഈ കപ്പലിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് അത് നാഫ്തലിൻ ബാഗ്സ് ആയിട്ടാണ് ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അത്തരം ബാഗുകൾ ഇന്നലെ കത്തിയ ആ കപ്പലിൽ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടെയ്നറുകൾ എത്രത്തോളം സുരക്ഷിതമായി അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് നിൽക്കുന്ന എൽസയുമായി വിഭിന്നമായി ഇതിനകത്ത് നമുക്ക് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കപ്പലിനകത്തുള്ള ഈ കണ്ടെയ്നർ ലിസ്റ്റിലുള്ള ഈ കെമിക്കലുകൾ നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ എൽസയിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കെമിക്കലുകളെക്കാൾ കുറച്ചുകൂടി തീപിടിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം മറൈൻ പൊല്യൂട്ടൻ കാറ്റഗറിയിലുള്ള എൻവയൺമെൻ്റലി ഹസാഡസ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള കണ്ടെയ്നറുകൾ തീ പിടിച്ചാൽ തന്നെ ഒരുപക്ഷെ പരിസ്ഥിതിയിലേക്ക് ലയിച്ചു ചേരാനോ അല്ലെങ്കിൽ കത്തി അമർന്നു പോകാനോ സാധ്യതയുള്ളതായിട്ടുള്ള കെമിക്കലുകളാണ് ഇന്നലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാത്രവുമല്ല ഇതിനകത്തും പ്ലാസ്റ്റിക് ബീഡുകൾ നമ്മൾ അവിടെ കണ്ട പ്ലാസ്റ്റിക് നേഡിൽസ് തന്നെ മറ്റൊരു വകഭേദമായ പ്ലാസ്റ്റിക് ബീഡുകളും ഇതിനകത്ത് ചില കണ്ടെയ്നറുകളിൽ അതൊരു ഡ്രംസിലാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും കപ്പൽ കത്തിയിട്ടുണ്ട്, കണ്ടെയ്നർ കത്തിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും അത് കത്തിയമരും, അതൊരിക്കലും അത് തീരത്തോട്ട് വന്നടിയാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ കണ്ടെയ്നറുകൾ കത്തുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കെമിക്കലുകളാണ് നമ്മളുടെ തീരത്തേക്ക് വന്ന് അടിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വരും കാലങ്ങളിൽ ആശങ്കയോടുകൂടി തന്നെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമായതുകൊണ്ട് തന്നെ ഈ കപ്പൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും വലിയ മത്സ്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരമൊരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാധ്യത മത്സ്യങ്ങൾക്ക് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുമുണ്ട്. എന്നിരുന്നാൽ അവിടുത്തെ സൂക്ഷ്മജീവികളും അല്ലെങ്കിൽ ഈ പ്രജനന കാലത്ത് അവിടെ ഉണ്ടാകുന്ന മത്സ്യങ്ങളുടെ മുട്ടകളും അവയുടെ ലാർവകളും എല്ലാം തന്നെ അവയ്ക്ക് എത്രത്തോളം ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് അതും ഒരു വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇനി മാത്രമല്ല ഈ കത്തി അമരുന്ന കെമിക്കലുകൾ, അതായത് നാഫ്തലിൻ പോലെയുള്ള കെമിക്കലുകൾ, അതുപോലെ തന്നെ ട്രൈക്ലോറോ ബെൻസീൻ പോലെയുള്ള കെമിക്കലുകൾ, അമീൻ കോമ്പൗണ്ട്സ്, അതുപോലെ ടർപ്പൻറ്റൈൻ, പെയിൻറ്റ്, ഇത്തരം ഹസാഡസ് കാറ്റഗറിയിലുള്ള ഒട്ടനവധി കെമിക്കലുകളാണ് ഈ പറയുന്ന കപ്പലിൽ ഈ ഡ്രംസിലും ടാങ്ക്സിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സുരക്ഷിതമായിട്ട് ഇരിക്കട്ടെ എന്ന് നമുക്ക് മേഡം അതിനകത്തും ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൽസ 3യിലെ കാർഗോ മാനിഫെസ്റ്റ് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വാൻഹൈയെ സംബന്ധിച്ച് എന്താണ് ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ അതിലെ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഷുവർ ആയിരുന്നു. പക്ഷേ എൽസയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് അത്ര ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല. പിന്നീട് കോടതിയെ പോകുകയും ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എൻ്റെ സംശയം ഇപ്പോഴും അതിലെ കാർഗോ മാനിഫെസ്റ്റോ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം കിട്ടിയോ എന്നുള്ളതാണ്.